everyone, welcome back to Xylem. It's me, VJR. Yes. ദേ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് എന്ത് ചെയ്യണം? ഇനി കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് സാർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കുറേ ക്വസ്റ്റ്യൻസ് സാറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഇത് അടുത്ത വീഡിയോയിൽ ചെയ്താൽ പോരേന്ന് ഞങ്ങളോട് ചോദിച്ചു. കാര്യം കോൺസെപ്റ്റ് രണ്ടും രണ്ടായതുകൊണ്ട് അല്ലേ. ആ മൾട്ടിപ്ലിക്കേഷൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് മക്കളെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരും. ഏതാണ് ആ ചോദ്യങ്ങൾ എന്ന് അറിയണമെങ്കിൽ അറിയുന്നതിന് മുമ്പേ തന്നെ സാറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് ലൈക്ക് അടിച്ച്. കാര്യം സാറ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അതായത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സാറിന്. അപ്പോൾ അതുകൊണ്ട് ഫീഡ്ബാക്ക് ഇടാൻ മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. താഴെ കമൻസ് ഫീഡ്ബാക്ക് ആയിട്ട് ഇടാനും മറന്നു പോകരുത്. ഓക്കെ, തുടങ്ങാം. എന്നാൽ തുടങ്ങിയാൽ നമ്മൾ അതായത് ഏതാണ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അതായത് ന്യൂനസംഖ്യകൾ ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന 1-2 ടൈപ്പ് സാധനങ്ങളുണ്ട്. അതായത് ഞാൻ കാണിച്ചുതരാം. ചോദ്യം പറയുന്നതിന് മുമ്പ് അതിൻ്റെ ബേസിക് പഠിച്ചാലേ അതിൻ്റെ ചോദ്യത്തിലേക്ക് കടക്കാൻ പറ്റും. ബേസിക് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ബേസിക് ഞാൻ വേറെ പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 × -3 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഒരു മോഡലാണ്. ഇത് 2 ചോദ്യം ഞാൻ തരാം. 6 × അല്ലെങ്കിൽ -6 × 10 -5 × 4 ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? സിമ്പിളാണ്. അതായത് ആ നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 5 3 എന്താ 15. ആ 15 എഴുതുക. ഒരു മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക. ആൻസർ -5. കേട്ടോ, ഒരു മൈനസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. വേറെ ചിഹ്നം ഒന്നും പാടില്ല. വേറെ ചിഹ്നം ഇല്ല ഇവിടെ. ആരാ? ഇൻറ്റു മാത്രമുള്ളത്. അതുകൊണ്ട് 5 3 15 എഴുതിയിട്ട് ആ മൈനസ് അങ്ങോട്ട് ആ 15ൻ്റെ ബാക്കിൽ ഇട്ട് കൊടുത്താൽ മതി. റെഡിയാണോ നിങ്ങൾ? അടിപൊളിയാണോ നിങ്ങൾ? ഉഷാറല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ ഇതും പഠിച്ച് 6ഉം 10ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 60 ആണ്. ആ 60 എഴുതിയതിന് ശേഷം ഒരു മൈനസ് ആയതുകൊണ്ട് -60 ആണ്. ഒരേപോലെ സെറ്റ്. അടിപൊളിയല്ലേ? ഉഷാറല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പറ ഇവിടെ 5ഉം 4ഉം 20 ആണെങ്കിൽ ഒരു മൈനസ് ആണെങ്കിൽ ആ മൈനസ് അവിടെ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് -20. റെഡിയാണോ? റെഡിയല്ലേ? അപ്പൊ ആ ഒരു മോഡൽ പഠിച്ചു നോക്കുക. ഇനിയിപ്പോൾ അങ്ങനെയല്ല സാറേ, 2 നമ്പറിന്റെ ബാക്കിൽ മൈനസ് വന്നാലോ? ഫോർ എക്സാമ്പിൾ -3 × -5 എന്ന് പറഞ്ഞാൽ അതായത് -2 × -4 എന്ന് പറയുന്നതും -10 × -3 എന്ന് പറയുന്നതും ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് വരാമെന്ന് വിചാരിച്ചോ. അതായത് ഫോർ എക്സാമ്പിൾ -2 നമ്പറിന്റെ ബാക്കിൽ മൈനസ് വന്നു. 2 നമ്പറിന്റെ ബാക്കിലും മൈനസ് വന്നു എന്ന് പറയുമ്പം ആ 2 മൈനസുകൾ തമ്മിൽ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്താൽ അത് പ്ലസ് ആയിട്ട് മാറും. അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. മൈനസും മൈനസും ഇൻറ്റു ചെയ്താൽ പ്ലസ് ആയിട്ട് മാറും. 3ഉം 5ഉം എന്താണ്? 15 + 15 ആണ്. സെറ്റ്. റെഡിയാണോ നിങ്ങൾ? റെഡിയല്ലേ? അതുപോലെ അടുത്തും ചെയ്തോ. മൈനസും മൈനസും ഒരുമിച്ച് വന്നു ഇൻറ്റു ആണെങ്കിൽ അത് പ്ലസ് ആവും. 2ഉം 4ഉം ഇൻറ്റു ചെയ്താൽ 8. മൈനസും മൈനസും ഇൻറ്റു ചെയ്യണം കേട്ടോ. വേറെ ചിഹ്നങ്ങൾ ഒന്നുമില്ലാതെ വന്നാൽ വേറെ നമ്മൾ പഠിച്ചു മുന്നത്തെ മോഡൽ. മൈനസ് ഇൻറ്റു ചെയ്താൽ പ്ലസ് ആവും. അതുപോലെ 10 3 എന്താണ്? 30. സെറ്റ്. റെഡിയാണോ? സിമ്പിൾ അല്ലേ? പ്ലസ് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. +8 എഴുതാൻ നിർബന്ധം ഉണ്ടോ സാറേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ചില കുട്ടികൾ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. +8 എഴുതിയാലോ എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പ്ലസ് എഴുതിയാലോ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഇനി എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സാധനം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മക്കളെ. പരീക്ഷയ്ക്ക് ഞാൻ ഇത്തവണ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ചോദ്യം. ഈ ചോദ്യം ഉറപ്പായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബേസിക് കിട്ടിയല്ലോ. 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവും. മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. ഒരു മൈനസ് ഏതെങ്കിലും ഒരു നമ്പറിന്റെ ബാക്കിൽ ഒരു മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക, ഗുണിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം എങ്ങനെ ചെയ്യാം? അടിപൊളിയായിട്ട് ഇതൊന്ന് പറഞ്ഞ് ഈ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ചുവടെയുള്ള ഓരോ സമവാക്യങ്ങളും x ആയി പറഞ്ഞിട്ടുള്ള സംഖ്യകൾ എടുക്കുമ്പോൾ y ആയി കിട്ടുന്ന സംഖ്യ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇത് വലിയ ബുദ്ധിമുട്ടാ? ഒരു ബുദ്ധിമുട്ടുമില്ലടാ. അവർ പറയുന്നത് അറിയാം. y = x² ആണ്. എക്സിന് പകരം -1 കൊടുക്കുക. അപ്പം ഞാനൊന്ന് കൊടുക്കുന്നതാണ് സാറേ. ഒന്നാമത്തെ ചോദ്യം നോക്ക്. y = x². ആ എക്സിന് പകരം നിങ്ങൾ ആരെ കൊടുക്കണം? എക്സിന് പകരം ആ -1 കൊടുക്ക്. -1 എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ആണ്. -1 കൊടു. അപ്പം എക്സ് എവിടെയുണ്ടോ? എക്സ് ഇവിടെയാണുള്ളത്. അവിടെ -1 കൊടുത്തി. അപ്പോൾ y = -1². എന്താ -1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? ഏത് നമ്പറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇപ്പൊ 1ന്റെ സ്ക്വയർ 1 ആണ്. -1ന്റെ സ്ക്വയറും 1 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം -1² എന്ന് പറയുമ്പം -1 × -1. കണ്ടോ, 2 ഇവിടെ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ആയതുകൊണ്ട് 2 പ്രാവശ്യം എഴുതാം. -1 -1. കണ്ടോ, 2 ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 നമ്പറിന്റെ ബാക്കിൽ മൈനസ് ആണെങ്കിൽ അതെന്താവും? പ്ലസ് ആവും. പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല. +1. ആൻസർ സെറ്റ്.
അപ്പോൾ എക്സിന് ഏത് കൊടുത്താൽ വൈ വാല്യൂ കിട്ടും ചോദിച്ചാൽ വൈ വാല്യൂ ദാറ്റ് ഈസ് +1 അല്ലെങ്കിൽ 1 എന്നും പറയാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം അതുപോലെ തന്നെ നമ്മളും ചെയ്ത് നോക്കാം അല്ലേ. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കാം, നമുക്ക് ചെയ്യാം. y = x² + 3x + 2. y = x² + 3x + 2. ദാറ്റ് ഈസ് എക്സിന് ഏതാണ് കൊടുക്കുക, ഇവിടെ കൊടുക്കാം. ഓല് പറഞ്ഞ കൊടുക്കുക, തോന്നിയ മാതിരി ഓരോന്ന് കൊടുക്കരുത്. ഓല് -1 എക്സ് ഉള്ളിടത്തൊക്കെ കൊടുക്കണം. അപ്പോൾ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ ആരെ കൊടുക്കണം, -1 കൊടുക്കണം. ഞാൻ ആ പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ കുഞ്ഞോളഞ്ഞി, ആ സാധനങ്ങളിലുള്ള ഓരോ സ്ഥലത്തും ഇനി എന്തെന്നാ കൊടുക്കേണ്ടത്, ആ -1 ഒന്ന് കൊടുത്തിട്ട് വൈ വാല്യൂ കണ്ടുപിടിച്ച്. y = ഇതാ കണ്ടോ, എക്സിന് പകരം -1 കൂടെ, മുകളിൽ സ്ക്വയർ ഉണ്ടേ. അപ്പം -1² + 3 × എക്സിന് പകരം -1 + 2. റെഡി. ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കാം. അതായത് എക്സിന് പകരം ദാ -1 കൊടുത്തു, ഈ എക്സിന് പകരം ദാ -1 കൊടുത്തു, സെറ്റ്. അപ്പോൾ എവിടെയൊക്കെ ആൾക്കാരുണ്ടോ അതായിട്ട് കൊടുത്തു വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നു -1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചെയ്തു. -1ന്റെ സ്ക്വയർ ഇവിടെ ചെയ്തില്ലേ, ഏതാണ്, 1 കേട്ടോ. -1ന്റെ സ്ക്വയർ 1. 1ന്റെ സ്ക്വയർ എന്താണോ അത് തന്നെയാണ് -1ന്റെ സ്ക്വയറും. -1 × -1 അപ്പോൾ +1 ആവും. അപ്പോൾ y = 1 3 × -1. ഇത് നിങ്ങൾ പഠിച്ചോക്കണം. ഞാൻ പറയാം, ഞാൻ ഇതിന്റെ ബേസിക് എന്ന് പറഞ്ഞ് കുറച്ച് സാധനം പഠിപ്പിച്ചത് ഓർമ്മ ഉണ്ടോ? എങ്ങനെയാ 3 - 1 ഗുണിക്കുക, 3ഉം 1ഉം ഗുണിച്ചാൽ 3 അത് അവിടെ ഇരിച്ചു. പക്ഷേ ഒരു മൈനസ് വരുന്നതിനെ കൊണ്ട് ആ മൈനസ് ഇട്ടേക്കണം, സെറ്റ്. എടാ മൈനസ്, ഈ മൈനസ് കണ്ടോ, ഈ മൈനസ് ഉള്ളതുകൊണ്ടാണ് ഈ മൈനസ് വരിക കേട്ടോ. അപ്പം നിങ്ങൾക്ക് സാർ ആ പ്ലസ് അവിടെ പോയി, ആ പ്ലസ് എഴുതേണ്ട ആവശ്യം, മൈനസ് വന്നാൽ പിന്നെ പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ലാണ്ട് പ്ലസും മൈനസ് ഒരുമിച്ച് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയില്ല പ്ലസ് മൈനസ് വന്നാൽ മൈനസ് ആവാന്ന്. അപ്പം മൈനസ് അവിടെ ഇട്ടേക്കാം, 3 1 3, എന്നിട്ട് അവസാനം +2 ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതെങ്ങനെ ചെയ്യാം? ഇത് ബോർഡ് മാസൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാടാ. ഞാൻ പറഞ്ഞുതരാം, ഞാനൊരു വഴി പറഞ്ഞുതരേ. ആ പ്ലസ് നമ്പേഴ്സ് ഏതൊക്കെയാ നോക്കാം. 1 നമ്മൾ 1 എഴുതിയാലും പ്ലസ് തന്നെയല്ലേ, +1. 2 നമ്മൾ 2 എഴുതിയാലും +2 എഴുതിയാലും പ്ലസ് അല്ലേ. അതായത് പ്ലസ് ഉള്ള നമ്പേഴ്സ് ഇതാ, ഇവിടെ ഒരു 1ഉം ഇവിടെ ഒരു 2ഉം ഉണ്ട്. ആ 2 നമ്പറും കൂട്ടുക ചെയ്യുക. 1 2 കൂട്ടിയാൽ 3 അല്ലേ. എന്നിട്ട് ഇവിടുത്തെ 3 കുറയ്ക്കുക. കണ്ടോ, 3 3 കുറച്ച ആൻസർ 0. അങ്ങനെ ചെയ്യാം, അതാ ഏറ്റവും എളുപ്പം. അപ്പം എങ്ങനെയാ സാറേ ഇത് കിട്ടിയെന്ന് ചോദിച്ചാൽ സാർ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ ഒരു 1 ഉണ്ട്, +1 അല്ലേ. ഇവിടെ ഒരു 2 ഉണ്ട്, +2 പ്ലസ് ആണ്. അപ്പോൾ 1 2 കൂട്ടുക 3, എന്നിട്ട് ഇവിടെ 3 മൈനസ് അല്ലേ, നെഗറ്റീവ് അല്ലേ, നോക്ക് നെഗറ്റീവ് -3 ആ -3 എടുക്കുക. 3 3 പോയാലും ഒരേ പൊളി, സെറ്റ് 0. റെഡിയാണോ നിങ്ങൾ? അടുത്ത ചോദ്യം, അടുത്തത് അതുപോലത്തെ തന്നെ ചോദ്യമാണ്. ഇവിടെ ഇതേ സാധനം x² + 3x + 2 ആണ് അല്ലേ. അപ്പോൾ y = മൂന്നാമത്തെ ചോദ്യമാണ്, x² + 3x + 2 അല്ലേ. ആ എക്സിന് ആരാ കൊടുക്കുക, -2. കൊടളിയ എക്സ് ഉള്ളിടത്ത് -2 ഒരേ പുളിയായിട്ട് കൊടു. ഇവിടെ കൊടു, ഇവിടെ കൊടു, എല്ലായിടത്തും കൊടു -2² കണ്ടോ, എക്സ് ഉള്ളിടത്ത് കൊടുത്തു. പ്ലസ് ഈ പ്ലസ് ആണ് 3 × അടുത്തത് ഇവിടെ എക്സ് ഉണ്ട്, ഓൻ്റെ ബാക്കിലും -2 അപ്പുറത്ത് ലാസ്റ്റ് +2. സെറ്റപ്പ്. റെഡിയാണോ? ഞാൻ ചെയ്ത് നോക്കിക്കേ, അടിപൊളിയായിട്ട് ചെയ്ത് നോക്കിക്കേ, ഉഷാറായിട്ട് ചെയ്ത് നോക്കിക്കേ. അതായത് -2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോട്, -2ന്റെ സ്ക്വയർ -2 × -2 ആണ്. പഠിച്ചു വെക്ക്. 2 -2കൾ ഇൻറ്റു ചെയ്യുന്നതാണ് -2². അപ്പം -2 × -2 ആണ്. -2 എങ്ങനെ ചെയ്യാം നിങ്ങൾക്കറിയാലോ, മൈനസ് എന്താവും, പ്ലസ് ആവും. മൈനസ് പ്ലസ് ആവും. ദാറ്റ് ഈസ് +2 × 2 4 +4 വരും, +4 വരും കേട്ടോ. അപ്പോൾ ഇത് +4 ആണ്. കണ്ടോ, ഞാൻ പറഞ്ഞിരുന്നു ഏത് നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും വരും. 2ന്റെ സ്ക്വയർ പിന്നെ 4 ആണ്. ഇത് പിന്നെന്താ ഞാൻ പറഞ്ഞ നേരത്തെ 3 × 2 6. ആ 6 എഴുതുകയും വേണം, ഒരു മൈനസ് അവിടെ ഇടുകയും വേണം. കണ്ടോ, -6 ഒരു മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടേക്കണം കേട്ടോ. നോക്ക്, 3 2 6 മൈനസ് അവിടെ ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഒരു +2 ഉണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ, സിമ്പിളാടാ. ഞാൻ പറഞ്ഞിരുന്നു ഇതേത്തത്തെ അതേ ചോദ്യം തന്നെ കുഞ്ഞോനെ ചെയ്ത്. അതായത് ഇതാടാ കുഞ്ഞോനെ ഇങ്ങോട്ട് നോക്ക്, ഇവിടെ പറയും ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. രണ്ടും പോസിറ്റീവ് നമ്പേഴ്സാണ്. 4 ഒരിടത്തും 2 ഒരിടത്തും ഉണ്ട്. 4 2 കൂട്ടി അത്രയാ 6 ആണ്. 6 6 കുറച്ച അത്രയാണ് 0 ആണ്. ഒരേ പൊളി, സെറ്റ്. എന്ത് സുഖം അതൊക്കെ ചെയ്യാൻ, അല്ലേ. അപ്പം അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉഷാറായിട്ട് അത് കിട്ടിയല്ലോടാ. 4ാമത്തെ ചോദ്യം കൂടെ നമുക്ക് ചെയ്തിട്ട് 5ാമത്തെ നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക കേട്ടോ. 4ാമത്തെ ചോദ്യം ഇതാണ്,
എക്സ് പ്ലസ് വണ്ണും എക്സ് പ്ലസ് ടുവും എക്സിന് -1 കൊടുക്കണം. ഓക്കെ, അപ്പം 4ാമത്തെ ചോദ്യം y is equal to ഏതാടാ എക്സ് പ്ലസ് 1. ഞാൻ ചോദ്യം ഒന്ന് എഴുതാം കേട്ടോ. അതുപോലെ എക്സ് പ്ലസ് 2 ആരെ കൊടുക്കും? -1 കൊടു. ഇവിടെ ഉള്ളിടത്തൊക്കെ -1 കൊടുത്താൽ -1 കൊടുളിയാ -1. അപ്പോൾ y is equal to എക്സിലെടുത്ത് -1 + 1. കണ്ടോ ഇതാ കണ്ടോ -1 കൊടുത്തത്. അതുപോലെ തന്നെ ഇതാ എക്സിലെടുത്ത് ആരെ കൊടു? -1 + 2 കൊടു. കണ്ടോ ഈ സാധനം നമ്മൾ മുന്നേ പഠിച്ചൊരു മോഡലുള്ളതാണേ. അപ്പൊ നടുക്ക് ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റു ഉണ്ടാവും. അത് നടക്കട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. -1 + 1 എന്താ ഞാൻ പറഞ്ഞല്ലോ, ഒരേ നമ്പർ വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. നോക്ക്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1, ഇവിടെ മൈനസ്, ഇവിടെ വ്യത്യസ്ത ചിഹ്നം. അതായത് ഈ 1 അങ്ങോട്ട് പിടിച്ചിട്ടാലും മതി, അങ്ങനെ ചെയ്താലും മതി. -1 + 1 0 കേട്ടോ. 0 ഇൻറ്റു ഇവിടെ ഇൻറ്റു ആണേ. അതുപോലെ ഈ രണ്ടാമത് 2 1 കുറച്ചാൽ എന്താ 1 ആണ്. 0 × 1 പറഞ്ഞാൽ 1 എഴുതി വെക്കരുത് കേട്ടോ. 0 × 1 0 ആണ്. ഇതേ നമ്മുടെ ഉത്തരം 0 is the answer. സെറ്റ്. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ ചോദ്യം നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അടിപൊളിയായിട്ട് താഴെ ഫീഡ്ബാക്ക് എഴുതിക്കേ ചെയ്ത് നോക്കാം. 4ാമത്തെ ചോദ്യം സാറൊന്ന് കാണിച്ചു തരാം. ഇതാണ് ചോദ്യം. സെയിം ടൈപ്പ് സാധനം തന്നെ. ആ എക്സിന് എന്ത് കൊടുക്കാം? -2 കൊടുക്കാന്നേ ഉള്ളൂ കേട്ടോ. ആ ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് താഴെ ഫീഡ്ബാക്ക് ഇട്ടേ. പെട്ടെന്ന് ഫീഡ്ബാക്ക് ഇട്ടേ. കാര്യം നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ആകെ ഒരു കാര്യമേ വേണ്ടുള്ളൂ, ഫീഡ്ബാക്കും ലൈക്കും. കാര്യം വീണ്ടും ക്ലാസ് എടുക്കാനുള്ള ഒരേ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ ലൈക്കും ആണ്. ഉഷാറായിട്ട് പഠിക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് തരണമെങ്കിൽ നിങ്ങളുടെ കമൻസ് വേണം. താഴെ കമൻസിൽ സാറും വരാം. അടിപൊളിയായിട്ട് നിങ്ങളുടെ കമൻസ് വായിക്കാൻ സാറ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻസിന് റീപ്ലൈ ഒക്കെ തരാം. എക്സാം കഴിഞ്ഞിട്ട് നേരിട്ട് തന്നെ പറയാം. ഓക്കെ, അടിപൊളിയായിട്ട് നേരിട്ട് പറയാൻ പറ്റുന്നവരൊക്കെ പറയാം. മെസ്സേജ് ഇട്ട് പറയാൻ പറ്റുന്നവർ മെസ്സേജ് ഇട്ട് പറയാം. അല്ലെങ്കിൽ താഴെ എൻ്റെ യൂട്യൂബിലൂടെ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതുപോലെ നിങ്ങൾ പറയാം. അടിപൊളിയായിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും. ഇറ്റ്സ് മീ വിജാർ ഫ്രം സൈലം ലേണിംഗ്സ്. ബൈ.